നമസ്കാരം. ദിവസേന നിരവധി റോഡ് അപകടങ്ങളാണ് നാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത്. ശക്തമായ ട്രാഫിക് നിയമമുള്ള ദുബായിൽ പോലും റോഡ് അപകടങ്ങൾ കൂടുന്നുവെന്ന വാർത്ത നേരത്തെ വന്നിരുന്നു. കഴിഞ്ഞ വർഷം ദുബായിൽ നിരവധി റോഡ് അപകടങ്ങളും മരണങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാഫിക് നിയമത്തിൽ ചില പരിഷ്കാരങ്ങളൊക്കെ ദുബായ് കൊണ്ടുവന്നു. അത്തരം പരിഷ്കാരങ്ങളിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക റഡാർ സാങ്കേതിക വിദ്യ വരെ ഉണ്ടെന്നുള്ളത് എടുത്തു പറയണം. ദുബായിൽ പൊതുഗതാഗത സംവിധാനം വലിയ തോതിൽ ശക്തിപ്പെട്ടതോടെ പ്രതിദിനം 10 ലക്ഷം വാഹനങ്ങൾ റോഡുകളിൽ നിന്ന് ഫലപ്രദമായി കുറയ്ക്കാൻ കഴിഞ്ഞുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ദുബായിലെ ഗതാഗത പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ അധികൃതർ വെളിപ്പെടുത്തിയത്. ദുബായിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ 2006 മൊത്തം വാഹനങ്ങളുടെ 6%. എന്നാൽ 2023 അത് 19% ഉയർത്താൻ കഴിഞ്ഞു. ലോകത്തിലെ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കാണെന്നാണ് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പറയുന്നത്. RTOയുടെ കൈവശമുള്ള ഡേറ്റ പ്രകാരം ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളായ ദുബായ് മെട്രോ, ട്രാം ട്രെയിൻ, ബസ്സുകൾ, ടാക്സികൾ, ഫെറികൾ, ഇ-ഹെയിൽ വാഹനങ്ങൾ എന്നിവയുൾപ്പെടെ ഉപയോഗിക്കുന്നവരുടെ എണ്ണം 2024 ആദ്യ പകുതിയിൽ 360 ദശലക്ഷം കവിഞ്ഞു. 2023 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% വർധനവാണ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയത്. ദിവസേനയുള്ള ശരാശരി യാത്രക്കാരുടെ എണ്ണം 19.8 ലക്ഷമായി ഉയർന്നു കഴിഞ്ഞു. 2023 ആദ്യ പകുതിയിൽ ഇത് 18.8 ലക്ഷമായിരുന്നു. ദുബായിലെ റോഡുകളിലെ പകൽ സമയങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം 2024 35 ലക്ഷത്തിലധികമായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിൽ 10% വർധനവാണിത് കാണിക്കുന്നത്. സുസ്ഥിരമായ നഗര സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പൊതുഗതാഗതത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത്. 70 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഓരോ ബസ്സും റോഡുകളിൽ നിന്ന് 50 സ്വകാര്യ വാഹന ട്രിപ്പുകളാണ് ഒഴിവാക്കുന്നത്. അതുപോലെ തന്നെ 700 യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു ട്രെയിൻ റോഡുകളിൽ നിന്ന് 500 വാഹന യാത്രകൾ കുറയ്ക്കുന്നുണ്ട്. പൊതുഗതാഗത സംവിധാനം വഴി പ്രതിദിനം റോഡുകളിൽ നിന്ന് 10 ലക്ഷം വാഹന യാത്രകളാണ് ഒഴിവാകുന്നത്. ദുബായ് പോലുള്ള ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടമായാണ് ഭരണാധികാരികൾ കാണുന്നത്. സുസ്ഥിര നഗര സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പൊതുഗതാഗതത്തിനുള്ള പ്രാധാന്യമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അധികൃതർ പറയുന്നുണ്ട്. പൊതുഗതാഗത ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഗതാഗതക്കുരുക്കിന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും അളവ് വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. 2050 ആകുമ്പോഴേക്കും ലോകത്തെ നഗരങ്ങളിൽ 250 കോടി ആളുകൾ അധികരിക്കുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രവചനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭാവിയെ കൂടി മുൻകൂട്ടി കണ്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ അനിവാര്യമാണെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.